ഹലോ, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ചിക്കൻ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ഉപ്പും, 1 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും, അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ മസാല ഉണ്ടാക്കിയെടുക്കുക. ഇത് ഒത്തിരി നമുക്ക് ചിക്കനിൽ ഇങ്ങനെ പൊത്തിഞ്ഞിരിക്കുന്ന മസാല ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ആയാൽ മാത്രം മതി. നന്നായിട്ട് ചിക്കനുമെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുഴച്ച് പുരട്ടിയെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള അരി നല്ല ലോങ് റൈസ് എടുക്കണം. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു പകുതി കൂടുതൽ വേവായിട്ട് വരുമ്പോൾ കുറച്ച് ക്യാരറ്റ് മുറിച്ചതും പിന്നെ ഗ്രീൻ പീസ് പച്ചപ്പട്ടാണിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് 3/4 ഭാഗം വേവാകുമ്പോൾ ഊറ്റി മാറ്റി വയ്ക്കാം. ചിക്കൻ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് തരം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചധികം കൂടുമ്പോഴേക്കും അതിൻ്റെ ഒരു കുത്തു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇങ്ങനത്തെ ബിരിയാണിയിൽ ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ ചിക്കൻ ഒത്തിരി ഡ്രൈ ആക്കി അങ്ങ് മുറുക്കൻ അങ്ങനെ ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് നല്ലോണം കുക്കാവണം, എന്നാൽ മൊരിഞ്ഞിട്ടുണ്ടാവണം, അത്രേ പാടുള്ളൂ. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ബിരിയാണിയിൽ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ സമയത്ത് തോനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബിരിയാണി ദമ്മിടുമ്പോഴേക്കുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള ഇത് ഒരു സവാള ഫുള്ളായിട്ടുണ്ട്, വലിയ സവാളയാണ് കേട്ടോ. നന്നായിട്ട് മുരുപുരാന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, ഓരോരുത്തരുടെ ടേസ്റ്റിനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റി കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലാക്ക് അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ള ഉണക്കമുന്തിരിയില്ലേ അതാണ്. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ പൊരിച്ച് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് അധികം ഓയിൽ ബാക്കി ഉണ്ടാവും. നമുക്ക് ഇത്രയും വേണ്ട, ബാക്കി കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ടാൽ നന്നായിട്ട് പൊട്ടുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. 8 സവാളയാണ്, അത്യാവശ്യം വലിപ്പമുള്ള 8 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴന്ന് നല്ലോണം കളറ് മാറി വരുമ്പോൾ വെള്ളുള്ളിയും ഇഞ്ചിയും മുളകും ചതച്ചിട്ട് കൊടുക്കുക. എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ്. അത് നന്നായിട്ട് വാടി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. അത്യാവശ്യം നിറമുള്ള മുളക് പൊടിയാണ്, എരിവ് കുറവാണ്. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണ്ട ആളുകൾക്കാണെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 3 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് വഴന്നു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും ഒക്കെ ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്ന് മസാലയൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം 2 പാർട്ടാക്കി മാറ്റുക ചിക്കന്. ഞാനിപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെയാണ്, വലിയ ഒരു ചരുവായതുകൊണ്ട് അതിനകത്ത് തന്നെയാണ് ദമ്മറിന്. ചിക്കന് മേലേക്ക് വേവിച്ചിട്ടുള്ള ചോറിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് നുള്ളു ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സും റൈസിൻസും. പിന്നെ ഞാൻ ചേർക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ മുറിച്ചതാണ്. പൈനാപ്പിൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കളറൊന്നും ചേർക്കില്ല, എല്ലാതരം നല്ല കളറ് കിട്ടും. ഇൻ കേസ് കളറിനോട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞ കളറോ അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയൊക്കെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ സൈഡിൽ മൈദമാവ് ഒട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിൻ്റെ മൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂടിയാണ്, പുറത്തേക്കൊന്നും ഫ്ലേവറൊന്നും പോവില്ല. മൂടി വെച്ചിട്ട് നല്ല കനമുള്ള എന്തെങ്കിലും ഒരു വെസലോ എന്തെങ്കിലും അമ്മിയുടെ കുഴയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ടതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. നല്ല അരോമയാണ്, നല്ല മണമാണ്. പിന്നെ കളർ കണ്ടില്ലേ, മഞ്ഞ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആ ലോങ് റൈസിൻ്റെ നല്ല ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ബൈ.